ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ, ഒരു 4:30 ആയപ്പോൾ എഴുന്നേറ്റു. കാരണം ഞാനും അച്ഛനും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണെ, കൊട്ടാരക്കരയിലുള്ള വീട്ടിലേക്ക്. അപ്പം ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്, കാരണം ഇവിടെ തൽക്കാലത്തേക്ക് ആരും താമസിക്കുന്നില്ല. അപ്പം എല്ലാം ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ വീടെത്തി. നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. ഐ തിങ്ക് കഴിഞ്ഞ വർഷം ജൂണിൽ വന്നിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഓരോ വട്ടം വരുമ്പോഴും ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. കാരണം ഈ ഉത്സവം കണ്ടിട്ട് 3 വർഷമായി കേട്ടോ. 3 വർഷം കല്യാണത്തിന് മുന്നേ ആയിരുന്നു ഞാൻ ഉത്സവം കണ്ടത്. അത് ഇവിടുത്തെ ഉത്സവം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞങ്ങ് പോയി. അമ്പലത്തിൽ പോകാൻ പറ്റുമോ അറിയത്തില്ല, കാരണം ഇവിടെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഞങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരുന്നു ഞാൻ വരേണ്ടുന്നത്. പക്ഷേ ചെങ്ങന്നൂർ ചെറിയ ആവശ്യം ഉണ്ടായതുകൊണ്ട് അവിടെ പോവേണ്ടി വന്നു. എനിവേസ്, രാവിലെ ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര ഇരുട്ട്, പുറത്തൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഇരുട്ട് വെട്ടം വീണിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ. മെയിനായിട്ടും ഞങ്ങളിവിടെ വന്നത് വെള്ളം ഒഴിക്കാനാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. അത് ഷില്ലോങ്ങിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിടണം. അതിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. എങ്ങനെയുണ്ട് അച്ഛാ വെള്ളമടി എക്സ്പീരിയൻസ്? ഇത് പിന്നെന്തുവാ? ഇതൊക്കെ ചെടിക്കുള്ള സ്റ്റാൻഡാണ്. അതൊക്കെ ഇങ്ങനെയും വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തു വെക്കുമല്ലേ, കാരണം അത് ഞാൻ നട്ടതായതുകൊണ്ട്. ഇതായിരുന്നു കേട്ടോ എൻ്റെ മുറി. ഇത് ഇപ്പം ഈ ഒരു കോലമായിട്ട് മാറിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള റീസൺ എനിക്കറിയത്തില്ല. ഇതിലിപ്പോൾ തൽക്കാലത്തേക്ക് ചേച്ചിയാണ് നിൽക്കുന്നത്, കാരണം ഇവിടെ AC ഉണ്ടതുകൊണ്ട്. ഇതായിരുന്നു കേട്ടോ എൻ്റെ മുറി. ഇതിങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദിസ് റൂം. ആൾ താമസമില്ലാതെ ഏതോ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ റൂബിക്സ് ക്യൂബ്സ് ആയിരുന്നു. ഇതുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റൂബിക്സ് ക്യൂബുകൾ. ഇതൊക്കെ അങ്ങ് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയാണ്. നമ്മൾ കുറേ നാളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ മുറിയേ അല്ലാത്ത പോലെ എനിക്ക് തോന്നുകയാണ്. ആ കാണുന്നത് സോഹോ ആണേ. ഞാൻ പോകുന്നതിന് മുന്നേ ഇത് ജസ്റ്റ് ഒരു പണി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. CM ഒക്കെ വന്നാണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത്. നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പരിസരത്തും. പോന്ന് എന്തുവാ? ഏത് ചെടി? ഇത് കൊള്ളാലോ. ഇതെന്താ ഇത്? ഈ ചെടി എന്തുവാ ഇത്? പറ. പിന്നെ പേരറിയാതാണ് ഇതൊക്കെ നട്ടു വെച്ചിരിക്കുന്നേ. ഇതെല്ലാം അച്ഛൻ്റെ. ഇതും കൊള്ളാം കേട്ടോ. ഇതൊക്കെ വെറൈറ്റി ചെടികള്. ഇതൊക്കെ ഷില്ലോങ്ങിൽ നിന്ന് കൊണ്ടുവന്നെയാണോ? ഞാൻ കണ്ടില്ലായിരുന്നല്ലോ ഷില്ലോങ്ങിൽ ഇതൊന്നും. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് സ്പൈഡർ പ്ലാന്റ് അല്ലേ, അങ്ങനെ എന്തോ അല്ലേ പറയുന്നേ?
സ്പൈഡർ പ്ലാന്റ് എന്നും കണ്ടല്ലേ പറയുന്നത്. വെച്ച് നട്ട പാലപ്പൂവാണ് കേട്ടോ. അതിപ്പോൾ ഒരു വലിയ മരമായി മാറിയിട്ടുണ്ട്. വെറൈറ്റി ചെടികൾ. അച്ഛാ മേളിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒഴിക്കണം. ഞാൻ നട്ട റോസാ ചെടി. ഈ ചെമ്പരത്തി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പോകുന്ന സമയത്തും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പം വന്ന അതിഥികളാണ്, സോറി വീട്ടുകാരാണ്. ഇവിടെയുണ്ട്. ഇതൊക്കെ റോസാ ചെടികളാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ റോസയാണ്. വൈറ്റ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല. കുറേ നാൾ നമ്മളെവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം അവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് കാണിച്ചു തരാമേ. ഇവിടെ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ. ആ ചെമ്പരത്തി ചേച്ചി നട്ട ചെമ്പരത്തിയാണേ. ഇതെന്താ ഇതിൻ്റെ പേര് ആക്ച്വലി അറിയത്തില്ല. ഇത് ബട്ട് ഒരു മുല്ലമൊട്ട് പോലുണ്ട്. പേര് അമ്മ പറഞ്ഞതാണ്. ആ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണേ. ഇതിൽ അമ്മ പറഞ്ഞതാണ് വെള്ളം ഒഴിക്കുമ്പം മേളിൽ കയറി തന്നെ ഒഴിക്കണമെന്ന്. അതനുസരിച്ച് അച്ഛൻ മേളിൽ കയറി ആ ബാൽക്കണി കയറി ഒഴിക്കാനാ പറഞ്ഞത്. എവിടെ മേളിൽ കയറി? എങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് കിട്ടുമോയെന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇവിടുത്തെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഞാൻ ആ നേരം കൊണ്ട് ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കൃഷിയുണ്ട് കേട്ടോ അച്ഛന്. അപ്പോൾ അവിടെയും കൂടെ വെള്ളം ഒഴിക്കാൻ പോകണം. ഇവിടെ തൊട്ടടുത്താണ്, ഒരു 1 കിലോമീറ്റർ ദൂരം അത്ര എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഇനി അവിടെ പോവാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാമേ. സോ ലെറ്റ്സ് ഗോ. ഞാൻ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വേറൊരു ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വീട് പക്ഷേ ഞങ്ങൾ പണിഞ്ഞതല്ല, വാങ്ങിച്ചപ്പോഴേ ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടും കഴിഞ്ഞ വർഷം ജൂണിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു കേട്ടോ വന്നത്. ഇവിടെയും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെയും കൂടെ വെള്ളം ഒഴിക്കാനാണ് ഇപ്പോൾ വന്നത്. ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് വന്നു കേട്ടോ. കാരണം എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് പോച്ച കയറുന്ന ഒരു ലാൻഡാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയില്ലെങ്കിൽ ഇതൊരു കാടായിട്ട് മാറും. ഇപ്പം എന്തായാലും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തും. അച്ഛൻ അറിയത്തില്ല ഇതെന്തുവാ? ഈ മരം പിന്നെ എന്തിനാ ഇത്? ആര് നട്ട്? പേരുകൾ അറിയാതെ എങ്ങനെ കിളിക്ക് ഇത് ചെയ്യുന്നത്? എവിടുന്ന് വാങ്ങിയേ? കൊച്ചു വാങ്ങിച്ചാണോ? ഈ വീട്ടിൽ നിൽക്കുന്ന പല മരത്തിൻ്റെയും പേര് അച്ഛനും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. ഈ കിളിച്ച് വരുമ്പോൾ മനസ്സിലാവുമല്ലേ എന്താണെന്നുള്ളത്. ചെറിയാണോ ഇത്? ഇതൊക്കെ ഇവിടെ കിളിക്കുവോ? എന്തേ എന്തേ? ചെറിയ വന്നിട്ടുണ്ടോ ഇതീ? പൂക്കള് ഇത് പൂവാണോ? വെള്ളപ്പൂ ഇല്ല.
വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ അറിയാവുന്ന? മാംഗോസ്റ്റീൻ എന്തി? കാണിച്ചു തരാം കേട്ടോ, ഞാനും കണ്ടിട്ടില്ല. ഫുൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പക്ഷെ ഏതാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. കിളിച്ച് വരുമ്പോൾ നമുക്കറിയാം എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അത് വാഴയാണ് കേട്ടോ. വാഴ എനിക്കറിയാം, പക്ഷേ വാഴയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ചെടികളെ പറ്റി എനിക്ക് ഒരു വിവരവും ഇല്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഞാൻ അഭിമാനത്തോടൊന്നും പറയല്ല കേട്ടോ, എൻ്റെ വിവരമില്ലായ്മയാണത്. എനിക്ക് ആക്ച്വലി ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ കൃഷി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ ഇതിലെ കൂടെ ഒക്കെ നടക്കാൻ കൊള്ളാം. പിന്നെ ഇവിടെ ചീനിയുണ്ട്. പിന്നെ ഇതെന്താണ്? അച്ഛനോട് ചോദിക്കാം നമുക്ക്. ചിലതൊക്കെ അറിയായിരിക്കും കേട്ടോ അച്ഛനും. ഫുള്ളൊന്നും അറിയാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങ് വാങ്ങിക്കും. കാണുന്ന ഏതെങ്കിലുമൊക്കെ മരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങ് വാങ്ങിക്കും. പക്ഷെ പേര് മറന്നു എവിടെയാണ് നട്ടേന്നുള്ളത്. അതാണ് സംഭവം. ഇതിൻ്റെ പേരും ഈ ഒരു മരത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ട് അച്ഛൻ അറിയത്തില്ല. അപ്പോൾ ഗൂഗിളിൽ ഇത് നോക്കിയിട്ട് ഇത് ബ്രസീലിയൻ ചെറിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ കാണിച്ച ചെറി എന്തുവാ? അത് ഒരു കേ വരുന്ന ചെറിയോ? ഞാനത് നോക്കിയിട്ട് പറയാമേ അതെന്ത് ചെറിയാണെന്നുള്ളത്. ഏത് ചെറിയാണോന്ന് ഗൂഗിളിനോട് ചോദിച്ചിട്ട് മറ്റേത് ചെറിയല്ല, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അച്ഛൻ പറയുന്നു അതിൽ നിന്ന് അച്ഛൻ ചെറി കഴിച്ചിട്ടുണ്ടെന്നല്ലേ? ചെറി കഴിച്ചിട്ടുണ്ടെന്ന് ചേച്ചിക്കറിയാം കേട്ടോ. ചേച്ചിയാണ് ചില പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നത്. സോ പുള്ളിക്കാരിക്ക് അറിയായിരിക്കും. ഏതാ? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇതിവിടെ എപ്പോഴും ഉണ്ടല്ലേ, ഉണ്ടാവുന്നതല്ലേ? എന്ത്? സ്റ്റാർ ഫ്രൂട്ട് പുഴുപ്പാണ്. ഇതിൻ്റെ അച്ചാറൊക്കെ ഇടും അല്ലേ? ഇതെന്തുവാ? പെർസിമം. എന്തേ ഇത്? പെർസിമം. ഇതൊക്കെ കിളിക്ക് വെച്ചാ ഇവിടെ. അച്ഛൻ അപ്പൊ ഗൂഗിളിൽ നോക്കി പറയുമല്ലേ ഇത് പെർസിമം ആണോന്ന്? ആണോ? പിന്നെ എന്തൊക്കെയാ അറിയാത്ത? ഇത് കണ്ടോ, ഞങ്ങളുടെ റോബസ്റ്റ. ഇത് കൊലച്ചിട്ടുണ്ട്. ആയോ അച്ഛാ ഇത്? ഇതായിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്ന്? ഇത് കായ്ച്ച ആയോന്ന്? പക്ഷേ ഞങ്ങളുടെ ഇച്ചിരി വലുതാണിത്. ശുന്യക്കാനേറ്റാ. ഇത് ഞങ്ങളുടെ പേരയ്ക്ക. ഭാഗ്യം എനിക്കത് മനസ്സിലായി. ദിസ് ഈസ് അവർ പേരയ്ക്ക. വേറെയുണ്ട് റോബസ്റ്റ. ഇതുണ്ടല്ലേ, ഇത് കുഞ്ഞിതാണ്. ചോടാ. കാണുന്നത് അഭിയു എന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത്. അഭിയു തന്നെയല്ലേ? അതെങ്ങനെ ഇരിക്കും അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറ്റുമെങ്കിൽ ഈ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ടാകത്തില്ല അല്ലേ? കഴിച്ചിട്ടുണ്ടോ നമ്മൾ? ഞാനിപ്പം ഗൂഗിളിൽ നോക്കി. ഇതാണ് കേട്ടോ ഫ്രൂട്ട്. ഇത് ഒരു ആമസോണിയൻ റീജിയണിൽ കാണുന്ന ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്കറിയേണ്ടുന്നത് ഈ ആമസോണിയൻ റീജിയണിലൊക്കെ കാണുന്ന ഈ ഫ്രൂട്ട് ഇവിടെ കിളിക്കോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എത്ര വർഷം എടുക്കും ഇത് കിളിക്കാൻ? 4 വർഷം. അച്ഛൻ അറിയത്തില്ലൊന്നും. ഭയങ്കര കൃഷിക്കാരനാണെന്നാ വിചാരം. മാംഗോസ്റ്റീൻ ആണ് കേട്ടോ.
പിന്നെ ആ കാണുന്നത് അവോക്കാഡോ ആണ്, അതും അവോക്കാഡോ ആയിരിക്കും. യെസ്. പിന്നെ ഇത് പ്ലാവ്, ചക്ക, ഇതൊക്കെ നമ്മുടെ മരങ്ങൾ കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു പഴയ വീടാണ് കേട്ടോ, പഴയ ആർക്കിടെക്ചറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ മുറികളൊക്കെ ഉള്ള ഒരു വീടാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് കാണിക്കാനും ഒന്നുമില്ല. പഴയ വീടാണ്. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. നോക്കാം, നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാമായിരുന്നു. ഇങ്ങനെ തന്നെ ആണോ കഴിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഇതാണ് പീനട്ട് ഫ്രൂട്ട്. അത് ഞാൻ കണ്ടു, എടുത്തു. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണോ അതിൻ്റെ ടേസ്റ്റ്? ഞാൻ കഴിച്ചത് വേറെ ആയിരുന്നോ? ഇതിങ്ങനെ ഞാൻ കഴിക്കാമോ? ഉള്ളിലൊന്നും വേണ്ട? പീനട്ടിൻ്റെ ടേസ്റ്റ്, വേറൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ തോലി കളയാണോ? പീനട്ടിൻ്റെ ടേസ്റ്റ്, വലിയ മധുരവും ഇല്ല, അങ്ങനത്തെ. ആദ്യം ഒരു കടി അടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫുള്ളായിട്ട് അടിക്കുമ്പോൾ കുഴപ്പമില്ല, നോട്ട് ബാഡ്. നേരത്തെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? നമ്മൾ വാങ്ങിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. വീടൊന്ന് തുറക്കാൻ പോവാണേ, കാരണം തുറക്കേണ്ട ആവശ്യം വന്നു. എൻ്റെ ചാർജർ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ പേടിച്ച് തുറക്കുകയാണ്. കാരണം അകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് അല്ലേ? അകത്ത് കയറി ഞാൻ ചാർജ് ചെയ്യാണ്. കാരണം ഇവിടെ മരപ്പട്ടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മരപ്പട്ടിയോ പാമ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം കയറിയതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കൃഷിയൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പം ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക്. ഇവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. ഹലോ, സമയം ഇപ്പോൾ 10:49 ഞാൻ റെഡിയായി. എനിക്ക് കൊട്ടാരക്കര പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ടൗണിൽ കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പം അതിന് പോകണം. അതിന് ഞാൻ റെഡിയായി. ഇവിടെ തന്നെ അങ്ങ് കുളിച്ച് ഇതിന് വേണ്ടി മാറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് ചെയ്യണം. അങ്ങനെ എന്തൊരു ചൂടെന്നറിയോ. ഓഫീസ് പണി, ഡോക്യുമെൻറ്റ്സ് ആ കാര്യം ഒക്കെ ചെയ്ത് തീർത്തു. ഭയങ്കര ചൂട്. കൊട്ടാരക്കര ഇത്രയും ചൂടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പൊള്ളുന്ന കേട്ടോ, ഭയങ്കര. ഇതിപ്പോൾ അച്ഛൻ ഗ്യാസ് എന്തോ കിട്ടാനുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കാം. ഞാൻ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. അത് ചെയ്ത് ഞാൻ ചെയ്ത അബദ്ധമായിപ്പോയി. ഭയങ്കര ചൂട്. ഇന്ന സമയം 12:40 കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ച് അവിടെ ചെന്നിട്ട് കഴിക്കണോ അതോ എവിടെയെങ്കിലും പോയി കഴിക്കണോ എന്ന് വിചാരിക്കുകയാണ് ഇപ്പം. അതൊന്നു നോക്കാം. സിഡ്നിയിലും ഇവിടെയും ഞാൻ ഒരു സിമിലാരിറ്റി കണ്ടത് ഈ ചൂടാണ്. രണ്ടും ഒരേപോലത്തെ ചൂട് കേട്ടോ, സമ്മതിക്കണം. പക്ഷേ സിഡ്നിയിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള 2-3 ദിവസത്തേക്ക് നല്ല തണുപ്പായിരിക്കും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയും കൂടെ ആണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ എന്താണിപ്പം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു തണുപ്പ് വരണ്ടേ അല്ലേ? ഒരു ജാനുവരി ഫെബ്രുവരി ആയല്ലേ, ബട്ട് സ്റ്റിൽ ഇത്രയും ചൂടാവുമോ ഈ സമയത്ത്? എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നതാണ് കേരളത്തിൽ, എനിക്ക് തോന്നുന്നില്ല. അപ്പം സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കബിൾ.
ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്, MGM RP സ്കൂൾ കൊട്ടാരക്കര. ഞാൻ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ ആയിരുന്നു കേട്ടോ പഠിച്ചത്. ചൂട് കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ബേക്കറി കടയിൽ കയറിയിട്ട് മുട്ട പഫ്സും പിന്നെ ഒരു ഷേക്കും വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. സമയം 4 മണിയായി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചെങ്ങന്നൂർ എത്തി കേട്ടോ. അയ്യോ എൻ്റെ ദൈവം എന്തൊരു ചൂടായിരുന്നു. ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയ്ക്കും നല്ല ചൂടായിട്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം കാറി കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ചെങ്ങന്നൂർ എത്തിയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടുത്തെ ലഞ്ച് കഴിക്കണം. ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അതാണ് പ്ലാൻ. പിന്നെ ഞാനിനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!